കൊല്ലത്ത് പരീക്ഷയ്ക്ക് 2 മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ പ്രൈവറ്റ് ട്യൂഷൻ സെന്ററിലെ അധ്യാപകൻ മർദ്ദിച്ചതായി പരാതി. അഞ്ചൽ ഏരൂർ നെട്ടയത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററിനെതിരെയാണ് പരാതി. 38ഓളം വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 മുതൽ 9:30 വരെ നടന്ന നൈറ്റ് ക്ലാസ്സിൽ വെച്ചാണ് സംഭവം. 40ഓളം 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ടെസ്റ്റ് നടത്തിയിരുന്നു. ഇതിൽ മാർക്ക് കുറഞ്ഞ 38 വിദ്യാർത്ഥികളെയാണ് ട്യൂഷൻ സെന്റർ ഉടമയും അധ്യാപകനുമായ രാജീവ് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ കൈവിരലിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസക്കാലമായി ഇവിടെ രാത്രികാല ക്ലാസ് നടന്നു വരികയാണെന്നും വിദ്യാർത്ഥികൾക്ക് മതിയായ വിശ്രമം ലഭിക്കുന്നില്ലെന്നും കുട്ടികൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും രക്ഷിതാക്കൾ പറയുന്നു. അവരുടെ പ്രതികരണം കേൾക്കും. ട്യൂഷൻ സെൻറ്ററിൽ മാത്സിൻ്റെ എക്സാം നടത്തിയായിരുന്നു 40 മാർക്കിൻ്റെ. അതിന് 38 മാർക്കുള്ളതിന് എന്നെ 2 പ്രാവശ്യം അടിച്ചു. 39 മാർക്കുള്ളവരെ 4 പ്രാവശ്യമൊക്കെ അടിച്ചു. 40 മാർക്ക് ഉള്ളവരെ മാത്രമേ അടിക്കാതെ ഉള്ളൂ. ബാക്കി ചിലവരെയൊക്കെ കുറേ പ്രാവശ്യം അടിച്ചായിരുന്നു. കമ്പ് വെച്ചായിരുന്നു, എൻ്റെ കമ്പ് വെച്ചായിരുന്നു അടിച്ചു. ഇതിപ്പോൾ നേരത്തെ ഇപ്പോഴാണ് വീണ്ടും അടി തുടങ്ങിയത്. ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് എന്നും പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും അടി തുടങ്ങിയത്. അവൻ ട്യൂട്ടോറിയൽ നടത്തുന്ന അവൻ 5000 രൂപ. എത്ര രൂപയാണ് ഒരു കൊച്ചിന് നൈറ്റ് ക്ലാസ്സിന് 5000 രൂപ. 2 മാർക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ മോളെ കൈയുടെ വിരൽ പൊട്ടിയിരിക്കുക, അടിച്ചു പിടിച്ചു. ഇന്നലെ പിന്നെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒറ്റുമില്ല. നൈറ്റ് ക്ലാസ് പറഞ്ഞുകൊണ്ട് ഒരു 3-4 മാസം മുന്നേ പിന്നെ അഡ്വാൻസായിട്ട് പൈസ 5000 മേടിക്കുക. എന്നിട്ട് ഈ പിള്ളേരെ മാനസികമായിട്ട് മൊത്തത്തിൽ അങ്ങ് ഹരാസിക്കുക. ഈ പറയുന്ന രാജീവും മറ്റേ നമ്മുടെ സ്കൂളിലെ സജി എന്ന് പറയുന്ന സാറുമായിട്ട് ലിങ്കായിട്ട് ഈ പിള്ളേരെ മാനസികമായിട്ട് അങ്ങ് ഇത് ചെയ്യുക. ഇവിടുന്ന് എത്ര സാറന്മാര് ഇവിടുന്ന് മാറിപ്പോയെന്നറിയാം, ട്രാൻസ്ഫർ വാങ്ങിച്ചുകൊണ്ട് പോയി. കാരണം എന്ന് പറഞ്ഞാൽ സാറന്മാരെ പറ്റി കത്തെഴുതുക, ഈ കൊച്ചു പിള്ളേരെയും കൂടെ ചേർത്ത് ഇതുപോലത്തെ പരിപാടി കാണിക്കുക, നിന്നെ അങ്ങനെയും ഇങ്ങനെയും ഇങ്ങനെ ഓരോ കത്തെഴുതി ഇതുപോലത്തെ വേലയും കാണിച്ച ഇത് പരിപാടി ആസൂത്രണം ചെയ്തേ എത്ര കുടുംബത്തിനെ തകർത്തേന്നറിയാം.